ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഈവനിങ് സ്റ്റാർ പാറ്റേൺ ആണ്. 3 ക്യാൻഡിൽ സ്റ്റിക്കുകൾ കൂടി ഫോം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഈവനിങ് സ്റ്റാർ. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായിട്ട് ഞാനിത് വിശദീകരിക്കുന്നില്ല. മോർണിംഗ് സ്റ്റാർ കാണാത്തവർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ മോർണിംഗ് സ്റ്റാറിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അത് കാണുക. അതുകൂടാതെ തന്നെ ഇപ്പോൾ കാർഡായിട്ട് ഞാനിവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് സ്റ്റാറിൻ്റെ പാറ്റേൺ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതുകൂടാതെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ വീഡിയോസ് 14ാമത്തെ വീഡിയോ ആണ് എന്ന് തോന്നും. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. ഈവനിങ് സ്റ്റാർ ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനത്തോടു കൂടി ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഡെയിലി ചാർട്ടാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഡെയിലി ചാർട്ടിൽ 3 ദിവസമാണ് നമുക്ക് ആവശ്യമുള്ളത്. 3 ദിവസത്തെ ക്യാൻഡിലുകൾക്ക് ഓരോ ക്യാൻഡിലിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഈ തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ രൂപപ്പെടുകയാണെങ്കിൽ താഴേന്ന് എൻട്രി എടുത്ത്, ഫോർ എക്സാമ്പിൾ മോർണിംഗ് സ്റ്റാർ ഫോം ചെയ്തപ്പം എടുത്ത എൻട്രി ഈവനിങ് സ്റ്റാർ ഫോം ചെയ്യുമ്പോഴത്തേനും എക്സിറ്റ് ആവാൻ പറ്റും. അതുകൂടാതെ തന്നെ സ്റ്റോക്ക് ഷോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 3ാമത്തെ ദിവസം സ്റ്റോക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈവനിങ് സ്റ്റാർ ഫോം ആകുമ്പം ഉണ്ട്. പ്രത്യേകം ഓർക്കേണ്ടത്, ഒരു അപ് ട്രെൻഡിൻ്റെ എൻഡിലാണ് ഈവനിങ് സ്റ്റാർ ഫോം ആകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഫോം ആയി കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യമില്ല, അത് വിട്ടേക്കുക. അപ് ട്രെൻഡിൻ്റെ എൻഡിൽ ഈവനിങ് സ്റ്റാർ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യുറസി നല്ല കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോക്ക് താഴേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഈവനിങ് സ്റ്റാറിൽ 3 ദിവസം കൊണ്ട് ഫോം ചെയ്യുന്ന 3 ക്യാൻഡിലുകളാണ് ഉള്ളത്. 1ാമത്തെ ദിവസത്തെ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. 2ാമത്തെ ദിവസത്തെ ക്യാൻഡിൽ ഒരു അപ് ട്രെൻഡിൽ, അത് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലോ ബീറിഷ് ക്യാൻഡിലോ എന്ത് വേണമെങ്കിലും ആകാം, പക്ഷേ ഒന്നെങ്കിൽ ഒരു ഡോജിയോ അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പോ ആയിരിക്കണം. ഓക്കെ, ഓർക്കുക. 1ാമത്തെ ക്യാൻഡിൽ വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലും 2ാമത്തെ ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ 2ാമത്തെ ക്യാൻഡിൽ ഏകദേശം ഒരു ഡോജിയോ അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പോ ആയിരിക്കണം. കളറ് വലിയ പ്രശ്നമില്ല എങ്കിൽ പോലും റെഡ് കളറാണെങ്കിൽ വളരെ നല്ലത്. 3ാമത്തെ ദിവസത്തെ ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കണം. അതുകൂടാതെ തന്നെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ കൂടി ആയിരിക്കണം, വലിയ ഒരു ബീറിഷ് ക്യാൻഡിൽ കൂടി ആയിരിക്കണം. ഇങ്ങനെ ഫോം ചെയ്ത് കണ്ടാൽ, ഇപ്പോൾ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കുകൾ പലതും നമ്മളിപ്പോൾ മേടിച്ച് വെക്കാറുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് അതിൽ എൻട്രി ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആയിക്കോടുക. അതുകൂടാതെ തന്നെ എൻട്രി ഇല്ലാത്തവർക്കും വേണമെങ്കിൽ ഒരു ഷോർട്ട് സെല്ലിന്, എൻട്രി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു സ്റ്റോക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിട്ടുന്നത്. വരും ദിവസങ്ങളിൽ കുറച്ച് ദിവസമെങ്കിലും സ്റ്റോക്ക് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള ഒരു സൈക്കോളജി കൂടെ പറഞ്ഞുതരാം. ബുള്ളിഷ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആദ്യത്തെ ദിവസം ക്യാൻഡിൽ ഫോർമേഷനിൽ ഹൈ ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അതായത് അവിടെ ബയേഴ്സ് വളരെ സ്ട്രോങ് ആണ്, ബയേഴ്സിന് നല്ല കോൺഫിഡൻ്റ് ആണ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ. അവർ കൂടിയ വില കൊടുത്തും സ്റ്റോക്ക് വാങ്ങാൻ റെഡിയായിട്ട് വരുന്നു. 2ാമത്തെ ദിവസം അവിടെ ഒരു ഇൻഡിസിഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ബയേഴ്സ് വാങ്ങുന്നുണ്ട്, ഇപ്പോൾ സെല്ലേഴ്സ് വിൽക്കുന്നുമുണ്ട്, പക്ഷേ പ്രൈസ് കാര്യമായിട്ട് മുകളിലേക്ക് പോകുന്നില്ല. ഡോജി ഓർ സ്പിന്നിങ് ടോപ്പാണ് ഫോം ആയേക്കുന്നത്. അതായത് മുകളിലേക്ക് പോകുന്നു പ്രൈസ്, അതുപോലെ തന്നെ താഴേക്ക് വരുന്നു. മൊത്തത്തിൽ ഒരു ഇൻഡിസിഷനാണ്. അവിടെ ആർക്കാണ് മേൽക്കൈ എന്ന് പറയാൻ പറ്റില്ല. ബയേഴ്സിനാണോ സെല്ലേഴ്സിനാണോ മേൽക്കൈ എന്ന് പറയാൻ പറ്റില്ല. ബയേഴ്സിനാണ് മേൽക്കൈ എങ്കിൽ നെക്സ്റ്റ് ഡേ ഓൺവേഡ്സ് ഷെയർ മുകളിലേക്ക് പോകും. സെല്ലേഴ്സിനാണ് മേൽക്കൈയെങ്കിൽ നെക്സ്റ്റ് ഡേ ഓൺവേഡ്സ് ഷെയർ താഴേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഏതവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 3ാമത്തെ ദിവസത്തെ ക്യാൻഡിലിൽ വെയിറ്റ് ചെയ്തു. 3ാമത്തെ ദിവസത്തെ ക്യാൻഡിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയാൽ തന്നെ ഏകദേശം ഉറപ്പിക്കാം ബിയേഴ്സ് അവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്, അതായത് സെല്ലേഴ്സ് അവിടെ മേൽക്കൈ നേടിയിട്ടുണ്ട് എന്ന് ഏകദേശം ഉറപ്പിക്കാം. അതുകൂടാതെ തന്നെ അന്നൊരു റെഡ് ക്യാൻഡിലും കൂടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബിയേഴ്സ് തന്നെയാണ്. അവിടെ സെല്ലേഴ്സ് എല്ലാം വിറ്റ് പ്രോഫിറ്റ് എടുക്കാൻ തുടങ്ങി, പ്രോഫിറ്റ് എടുത്ത് മാറാൻ തുടങ്ങി. കുറേ പേര് ഷോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബയേഴ്സ് വളരെയധികം കുറഞ്ഞു, സെല്ലേഴ്സിൻ്റെ എണ്ണം അവിടെ കൂടി. സെല്ലേഴ്സ് അവിടെ മേൽക്കൈ നേടി. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. സ്റ്റോപ്പ് ലോസ് ഇടുന്ന കാര്യം പറഞ്ഞില്ല. സ്റ്റോപ്പ് ലോസ് ഇടാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡേ 1, ഡേ 2, ഡേ 3 ഈ 3 ക്യാൻഡിലാണ്. ഈ 3 ക്യാൻഡിലിൻ്റെ ഹൈ പോയിന്റ് എവിടെയാണെന്ന് നോക്കുക, അതിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈവനിങ് സ്റ്റാറിനെ പറ്റിയിട്ട് ഞാൻ വളരെ പെട്ടെന്നങ്ങ് പറഞ്ഞു പോയതാണ്. കാരണം മോർണിംഗ് സ്റ്റാറിൽ നിങ്ങൾ വിശദമായിട്ട് കണ്ടതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈവനിങ് സ്റ്റാർ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.